അങ്ങനെ ജുറാസിക് പാർക്ക് റീബർത്ത് നമുക്ക് കിട്ടി. അയ്യോ തെറ്റിപ്പോയി, ജുറാസിക് പാർക്ക് അല്ലല്ലോ, ജുറാസിക് വേൾഡിന്റെ റീബർത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ റീബർത്ത് എന്നൊക്കെ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ലാസ്റ്റ് ഡൊമിനിയനകത്ത് നമ്മൾ എന്തായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്? ഡൈനോസറിനേക്കാളും കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പച്ചക്കുതിര പറന്ന് നടക്കുന്നതായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ അതിൽ നിന്ന് നമ്മൾ ഈ ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും എന്താണ് ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ റെപ്യൂട്ടേഷൻ എന്നുള്ളൊരു കാര്യം. ആ ഒരു കാര്യം അക്ഷരം പ്രതി നമുക്ക് എന്താണെങ്കിലും ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്പോയിലർ ഫ്രീ ആയിട്ട് നമ്മൾ ആക്ച്വലി ഈ ഒരു സിനിമയുടെ സ്റ്റോറിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ലോസ്റ്റ് വേൾഡും ജുറാസിക് പാർക്ക് 3 നമ്മൾ ആക്ച്വലി രണ്ട് ഡിഫറെന്റ്, അതായത് ലോസ്റ്റ് വേൾഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന കുറെ മെഷീനറീസ് ഈ ഒരു ഐലൻഡിൽ വരുന്നതായിരുന്നു. ജുറാസിക് പാർക്ക് 3 കുറച്ചും കൂടി ഒരു ഫാമിലി ഡൈനാമിക്സ് ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് രണ്ടും കൂടി മാഷപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, അല്ലെങ്കിൽ രണ്ടും കൂടി റീമിക്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അത് തന്നെയാണ് റീബർത്തിന് നമുക്ക് കിട്ടിയിട്ടുള്ള സ്റ്റോറി. സത്യം പറയല്ല, ഒരു കിണ്ടിയും ഈ ഒരു സിനിമയ്ക്ക് അത് സംഭവിക്കുന്നില്ല. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ജുറാസിക് പാർക്ക് സിനിമ കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു മോൺസ്റ്റർ സിനിമ കാണാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഹൊറർ വൈബ് അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ടെൻഷൻ എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. പക്ഷെ അതേപോലത്തെ ഒരു സാധനം നമുക്ക് ഈ ഒരു സിനിമയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. ആൻഡ് പിന്നെ എന്താണ് ഈ ഒരു സിനിമ നമുക്ക് തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മാത്രമേ ഓരോ സീൻ കഴിയുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അപ്പൊ അത് ആ ഒരു ആസ്പെക്റ്റിലേക്ക് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ബോറിംഗ് ആണ് സിനിമയുടെ കഥ എന്നുള്ളൊരു കാര്യം. കാരണം എക്സ്പെഡീഷൻ ആഫ്റ്റർ എക്സ്പെഡീഷൻ, ഓരോ സീനിനും പിന്നെയും കുറെ സംസാരം, പിന്നെ നമ്മളിങ്ങനെ കാത്തിരിക്കണം ഡൈനോസറിനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞ കാര്യം. ഡൈനോസർ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും. അതായത് നമ്മൾ മിസ്റ്റർ ബീന്റെ ഒരു മീം കണ്ടിട്ടില്ലേ? അതായത് വാച്ച് നോക്കി ഇങ്ങനെ ഇനി എപ്പോഴാണ് എന്റെ സമയം എന്ന് വിചാരിച്ച് നോക്കിയിരിക്കുന്ന ഒരു മീം നമ്മൾ കണ്ടിട്ടില്ലേ? ഏകദേശം ഈ ഒരു സിനിമയ്ക്കകത്ത് ഡൈനോസേഴ്സ് അങ്ങനെയാണ് അവരിയ്ക്കുന്നത്. സോ അപ്പൊ പിന്നെ നിങ്ങൾ വിചാരിക്കും, ഓക്കെ ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് സ്കാർലറ്റ് ജോഹാൻസനെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, സ്കാർലറ്റ് ജോഹാൻസൺ എങ്ങനെയുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഇതിനേക്കാളും കിടിലം പെർഫോമൻസ് നമ്മൾ പല സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് പുള്ളിക്കാരിക്ക് പെർഫോം ചെയ്യാൻ പോലും ഒരു സ്പേസ് ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊന്നും പോരാത്തതിന് റൊമാൻസ് വരെ ഇതിനകത്ത് കുത്തിക്കേറ്റിട്ടുണ്ട് ഇതിനകത്തുള്ള ഡോക്ടറായിട്ട്. അതുപോലെ ഒരു രീതിയിലും വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ നമ്മുടെ മാർഷൽ അലി അണ്ണൻ നമ്മുടെ ബ്ലേഡ് സിനിമ പോലെ തന്നെ, അതായത് കോഴിക്ക് പോലെ തന്നെ പോലെയായിരുന്നു ബ്ലേഡ് സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം അതുപോലെ തന്നെയുള്ള കാര്യമാണ് മാർഷൽ അലിക്കും ഇതിനകത്തും ചെയ്യാനുള്ളത് തന്നെ. അതായത് ഇവിടുത്തെ രണ്ടുപേരുടെയും ക്യാരക്ടർ കൊണ്ട് പ്രത്യേകിച്ച് ഒരു പുതുമ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ക്യാരക്ടർ എന്താ പറയണ്ട, ഒരു ക്യാരക്ടർ കെമിസ്ട്രിയോ ഈ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അവരൊരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റാർഡം അത് ഈ ഒരു സിനിമയ്ക്ക് വേണമായിരുന്നു, അത് നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. ഓവറോൾ സത്യം പറയാലോ നല്ല രീതിയിൽ തന്നെ ബോറിംഗ് ആയിട്ടുള്ള ഒരു പടം തന്നെയായിരുന്നു എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒപ്പീനിയൻ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് കുറെ ആൾക്കാർ വന്നിട്ട് ഡൊമിനിയൻ പടം കിടലനാന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ പഴയ റിവ്യൂ കണ്ടു നോക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഒരു പടം നല്ല രീതിയിൽ തന്നെ ബോറിംഗ് തന്നെയായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഉണ്ട് ചില കാര്യങ്ങളുണ്ട്, കുറെ ചില സെറ്റ് പീസസ് അവർ കാണിച്ചു തന്നേക്കുന്നത് നന്നായിട്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വെറും 3 സീക്വൻസേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് ഇതിനകത്ത് ടീറെക്സ് മറ്റേ ഒരു ഫാമിലി ഒരു റാഫ്റ്റ് ചേസ് ചെയ്യുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീക്വൻസ് അവർ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ 2 സീക്വൻസ് ഉണ്ട്. ആൻഡ് അത് മാത്രമാണ് ഈ സിനിമയ്ക്കകത്തുള്ള മെയിൻ ആക്ഷൻ സീക്വൻസ്, അല്ലെങ്കിൽ കുറച്ച് കിടിലം എന്ന് നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ള ഒരു സാധനം. ആൻഡ് പിന്നീട് ഞാൻ ചോദിക്കുവാണെങ്കിൽ വേറെ എന്താണ് ഈ ഒരു സിനിമയുടെ പ്ലസ് പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് ഓവറോൾ ഈ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിനകത്തുള്ള ആ ഒരു ഫാമിലിയെ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ഫാമിലിക്കകത്തുള്ള ഒരു എന്താ പറയണ്ട, ഈ ഒരു പെണ്ണിന്റെ ബോയ് ഫ്രണ്ട് ഉണ്ട്, അവനാണ് ഏറ്റവും കൂടുതൽ അനോയിങ് ആയിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഓൾറെഡി ബോറിംഗ് ആയിട്ടുള്ള ഒരു ഫിലിം പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പൊ അതിന്റെ കൂടെ വീണ്ടും ആ ഒരു സിനിമ കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ദുരന്തങ്ങളാണ് നമുക്ക് പിന്നീട് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഗാരത്ത് എഡ്വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിഡിലൻ ഡയറക്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും പുള്ളിക്കാരുടെ ഒരു പടം കാണാൻ പോകുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ആസ്പെക്ട് ഉണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് എന്താ പറയുക പല സീക്വൻസിലും നമുക്ക് കാണാൻ കഴിയില്ല. ചില സീൻസ് ഉണ്ട്, അതാണ് ഞാൻ ഈ പറഞ്ഞ സ്പെസിഫിക്കലി ഈ പറഞ്ഞ 3 സീക്വൻസ്. അത് ഈ ഒരു സിനിമയുടെ സ്റ്റാർട്ടിങ്, മിഡ്, പിന്നെ എൻഡിങ്ങിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അതല്ലാതെ നമുക്ക് ഗാരത്ത് എഡ്വേർഡ്സ് ആസ് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ പോലും നമുക്ക് ഇതിനകത്ത് നമുക്ക് പുള്ളിയുടെ ഡയറക്ട് ചെയ്ത സിനിമയാണോ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിപ്പോകും. പിന്നെ ഓരോ ജുറാസിക് പാർക്ക് സിനിമ കാണാൻ പോകുമ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വലിയൊരു കാര്യം എന്താണ്? പുതിയ ഡൈനോസർ. യെസ്, ഈ ഒരു സിനിമയ്ക്കകത്തുള്ള പുതിയതായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഡൈനോസർ തന്നെയാണ് ഡീറെക്സ്. ഇതിനു മുമ്പ് അവർ ആക്ച്വലി ജുറാസിക് പാർക്ക് 3 ശേഷം വേൾഡ് വന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ഇൻഡോമിനസ് റെക്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻഡോ റാപ്റ്റർ, പിന്നെ ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഡൊമിനിയൻ എന്തോന്ന് ഗിഗ എന്ന് പറഞ്ഞിട്ടുള്ള ഗിഗാൻഡോസോറസോ അങ്ങനെ എന്തൊരു ഡൈനോസറിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് അതൊക്കെ ഒരു ഡൈനോസർ എന്ന് നമുക്ക് പറയായിരുന്നു.
പക്ഷെ ഇതൊരുമാതിരി ഗോഡ്സില്ലയുടെ വില്ലൻ എന്നുള്ള രീതിയിൽ, ഒരു കൈജു എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് പുള്ളിക്കാരന് ആൻഡ് ഈ പറഞ്ഞ ഡി-റെക്സിനെ നമുക്ക് സിനിമയ്ക്കകത്ത് ആ കൂടി 1-2 മിനിറ്റ് അവിടെ ഇവിടെയൊക്കെ ഭയങ്കര ഇരുട്ടത്താണ് അവർ നമ്മളെ കാണിച്ചു വെച്ചേക്കുന്നത്. നമുക്ക് മര്യാദയ്ക്ക് ആ ഒരു സംഭവം എന്താന്ന് പോലുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. സോ ഓവറോൾ പിന്നെ എടുത്ത് പറയേണ്ട ഒബ്വിയസ്ലി VFX CGI കുറിച്ച് തന്നെയാണ്. VFX CGI ചില സ്ഥലത്ത് നല്ലതായിരുന്നു, പക്ഷെ ഓവറോൾ സിനിമയുടെ VFX CGI അവർക്ക് അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ അഭിപ്രായം പുതിയ ജുറാസിക് വേൾഡ് റീബേർത്ത് സിനിമയെ കുറിച്ചിട്ട്. ആൻഡ് ഇത് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടമായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. ഇതേ സെയിം കാര്യം തന്നെയായിരുന്നു നമ്മുടെ ഡൊമിനിയൻ റിവ്യൂവിനകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ നല്ല രീതിയിൽ തന്നെ ഹൈപ്ഡ് ആയിരുന്നു, കാരണം എനിക്ക് ഈ ഒരു ഫ്രാഞ്ചൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ചുമ്മാ കുറെ കോർപ്പറേറ്റ് ഗ്രീഡ് മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഫിലിംസിൽ കൂടി നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുള്ളൂ. അത് ആസ് എ ഫാൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ തന്നെ നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങൾ മാത്രമേ എൻ്റെ അഭിപ്രായം എനിക്ക് നിങ്ങളായിട്ട് പറയാനുള്ളൂ ഈ ഒരു സിനിമയെ കുറിച്ച്. നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ആക്ച്വലി ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നുണ്ടോ? പിന്നെ ഇപ്പോഴും ഒരു കാര്യം പറയാം, 3D ആണ് നിങ്ങൾ കാണാൻ പോണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, 2D കാണുന്നത് തന്നെയായിരിക്കും നല്ല. അത്രയെങ്കിലും കാശ് കുറയ്ക്കാന്ന് ഞാൻ പറയുള്ളൂ. പ്രത്യേകിച്ച് വലിയ 3D എഫക്റ്റ് ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. കുറച്ച് ഡെപ്ത് ഉണ്ട് 3Dയിൽ കാണുമ്പോഴത്തേക്കും, അത്രയേ ഉള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. പോഞ്ച്.